കാർന്നോര് കുറെ നേരമായല്ലോ ചിരി തുടങ്ങിയിട്ട്. വെയില് കൊണ്ടുള്ള നിന്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് ചിരിച്ചതാ. എന്തൊരു ശേല. പല്ലില്ലാത്ത ഈ ചിരിക്കും വലിയ ശേലല്ലേ. എടാ മിടുക്ക, എവിടെന്ന് കിട്ടിയടോ ഈ കിളിയെ? നോക്കി വെള്ളം മറക്കണ്ട, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ കടിയൻ സിംഹം. അങ്ങേരെ കുളിച്ചു വരുന്നത് വരെ പിടിക്കാൻ പറഞ്ഞു. പറഞ്ഞപ്പോ താനങ്ങ് അനുസരിച്ചു അല്ലേ പേടിത്തൊണ്ടൻ. അനുസരിച്ചില്ലെങ്കിൽ വെടിക്കെട്ട് പോലല്ലേ ഇടി. ഈ തടിയൻ കടുവയുടെ ഒരു പേടി. പിന്നെയും തുടങ്ങി. മിണ്ടാതിരിക്കടോ. അത്താഴം മുന്നിൽ വെച്ചിട്ട് കഴിക്കണ്ടെന്ന് പറഞ്ഞതുപോലെയായി. ഇവന്മാരുടെ ഒരു ഗതികേടേ. ഈ കിഴവനെ ഇന്ന് ഞാൻ എറിയടാ അവനെ. അയ്യോ കൊല്ലുന്നേ. അടയ്ക്കടോ ആയ. ഇനി കടിയൻ വന്ന് പോകുന്നത് വരെ കിളവൻ വാ തുറന്നാലുണ്ടല്ലോ. വരുന്നുണ്ട്. കിളിയെ കൊടുത്തോ? കിളി എന്താണ്? എവിടെ കിളി? കാണുന്നില്ല സൂത്ര. രണ്ടും കൂടി കിളിയെ ശാപ്പിട്ടു അല്ലേടാ. അയ്യോ, ഇനി വാ തുറക്കാമോ? ഈ കടുവച്ചാൻ എറിഞ്ഞതാ കിളിയെ. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം വാ തുറക്കാതെ ഇരുന്നതാ. പിടിച്ചോ ഷേരു. പോയി. ഷേരു, തനിക്ക് സ്പീഡ് കുറവാ. തൻ്റെ സ്ഥാനത്ത് ഒരു സിംഹമായിരുന്നെങ്കിൽ ആ മാനിനെ പിടിച്ചേനെ. ഹേയ്, സിംഹത്തേക്കാൾ വേഗം കടുവയ്ക്ക. അല്ലല്ല, സിംഹത്തിനാ. അല്ല, കടുവ. സിംഹം. കടുവ സിംഹം. നിന്നെ ഞാൻ അമ്പടാ. അയ്യോ വിട് ഷേരു. ഷേരു വിണങ്ങിയോ? സൂത്ര കണ്ടോ, സിംഹത്തേക്കാൾ വേഗം കടുവയ്ക്കാണെന്ന് ഞാൻ തെളിയിച്ചു. ഞാൻ ആ സടയൻ സിംഹത്തിൻ്റെ വാലിലൊരു കടി കൊടുത്തു. ഇതുവരെ അവൻ എന്നെ പിടിക്കാൻ പറ്റിയില്ല. ചതിച്ചോ? നില്ലടാ അവിടെ. അപ്പൂപ്പന് മുതുകുവേദന, എഴുന്നേൽക്കാൻ പോലും വയ്യ. മൂങ്ങാവൈദ്യരെ കാണാൻ പോകുകയാ. നട്ടല്ലിനാ കുഴപ്പം. ഈ കായ ഓരോന്ന് എന്നും തിന്നാൻ കൊടുക്കണം. അങ്ങനെ 20 ദിവസം. എങ്കിൽ ഇത് തികയില്ല വൈദ്യരെ. ഇത് 10 കായേ ഉള്ളൂ. ഇവിടെയും സ്റ്റോക്ക് ഇല്ല. പക്ഷെ കുഴപ്പമില്ല, കുഴിച്ചിട്ടാൽ പെട്ടെന്ന് വളരുന്ന ചെടിയാ. ഇതിൽ 4-5 ഇന്ന് തന്നെ കുഴിച്ചിട്ട് നനച്ചു കൊടുത്താൽ മതി. 4 ദിവസം കൊണ്ട് പുതിയ ചെടി മുളച്ച് അതിൽ കായ ഉണ്ടാകും. ശരീരം അനങ്ങരുത്. 20 ദിവസത്തെ മരുന്ന് കഴിയും വരെ എഴുന്നേൽക്കരുത്. ഞങ്ങൾ ഒരുമിച്ചല്ല താമസം. അതുകൊണ്ട് എല്ലാം തയ്യാറാക്കി കൊടുത്തിട്ട് വേണം പോരാൻ. ഞങ്ങളും വരാം. അപ്പൂപ്പ, ഇത് സൂത്രൻ, ഇത് ഷേരു. ഇത് അപ്പൂപ്പനുള്ള മരുന്ന് കായ. ഒരെണ്ണം ഇപ്പോ തന്നെ കഴിക്കണം. 20 ദിവസത്തേക്ക് എഴുന്നേൽക്കാൻ പാടില്ല. തീറ്റയും കുളിയുമൊക്കെ കിടന്ന കിടപ്പിൽ തന്നെ വേണം. അപ്പോൾ അത്രയും ദിവസം എന്റെ വ്യായാമമൊക്കെ മുടങ്ങുമല്ലേ. വ്യായാമം ചെയ്യാൻ പകരം ആളെ നിർത്താം അപ്പൂപ്പ. മരുന്നുകായ ഇവിടെ തന്നെ കുഴിച്ചിടാം. ഷെടാ, 1-2 കുറവുണ്ടല്ലോ. എവിടെയോ വീണുപോയി. അപ്പൂപ്പ, 4 ദിവസത്തേക്കുള്ള മരുന്നും ഭക്ഷണവും ഒക്കെ കയ്യെത്തും ദൂരത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും 1-2 കായ എവിടെ വീണുപോയോ ആവോ. ഞാൻ 4 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഒന്നുകൂടി കുളിപ്പിക്കാം. അപ്പോഴേക്കും പുതിയ മരുന്ന് ചെടിയും വളരും. എന്നാലും ആ മരുന്നുകായ എവിടെയാണോ വീണുപോയത്. അന്ന് കളഞ്ഞുപോയ മരുന്നുകായ കിട്ടി സൂത്ര. അപ്പൂപ്പന്റെ മുതുകത്ത് തന്നെയാ കായ വീണത്. അത് ശരി, എന്നിട്ടും അതെങ്ങനെ കിട്ടി? അപ്പൂപ്പനെ കുളിപ്പിച്ചപ്പോ നനവ് കിട്ടി. അത് അവിടെ കിടന്ന് മുളച്ചു. വയറ് ശരിക്ക് വീർത്തു. എത്ര കാലമായി ഇങ്ങനെ ഒരു മുയലിനെ തിന്നിട്ട്. ദാഹിച്ചിട്ട് വയ്യ. ഞാനും കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ദാഹം മാറിയപ്പോൾ എന്തൊരാശ്വാസം. അയ്യോ, എന്തു പറ്റി? വയറ് വേദനിക്കുന്നേ. എപ്പോഴാ തുടങ്ങിയത്? ഇത്തിരി മുമ്പ്. കുഴഞ്ഞോ? ആ മുയലിറച്ചിയിൽ വല്ല വിഷവും? അയ്യോ, താൻ ഇങ്ങോട്ടാണോ? വൈദ്യരെ കാണാൻ. എന്റെ കാട്ടുമുത്തപ്പ, ഷേരു തട്ടിപ്പോയാലും എന്നെ കാത്തോളണേ വൈദ്യരേ. മുയലിറച്ചി, വിഷം, വയറുവേദന. 10 കാഞ്ഞിരക്കുരു തിന്നണം. കിടിലം കയ്പുള്ളത്. അയ്യോ, പിന്നെ വ്യായാമം. ആ മലയുടെ ചുറ്റും 10 റൗണ്ട് ഓടണം. അയ്യോ, വിഷം ഇറങ്ങാനാ. വേണ്ടെങ്കിൽ വേണ്ട. 9-10 ഒടുക്കത്തെ കയ്പ്. തളർന്നേ ചാവുന്നതാ ഒന്നുകൂടെ ഭേദം. ഷേരു തട്ടിപ്പോയി കാണും. താൻ ചത്തില്ലേ? അയ്യോ, ഞാനോ? വയറ്റത്തെ ഒരു കട്ടുറുമ്പ് കടിച്ചത്. അതിനാണോ താൻ വൈദ്യരെ കാണാൻ പോയത്? കുളിക്കാൻ പോയതാ അല്ലേ? അല്ല, സങ്കടം മാറ്റാൻ പോയതാ. സങ്കടം പുഴയിൽ മാറ്റാൻ പറ്റുമോ? പറ്റും. എന്റെ അനിയന് പനിയാ, അതാണ് സങ്കടം. ആ സങ്കടം മാറ്റാൻ ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്നതാ. സങ്കടം മാറ്റാൻ കുറച്ചു നേരം വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ മതിയെന്ന് അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? എങ്കിൽ മീനുകൾക്ക് ഒരിക്കലും സങ്കടം വരില്ല. സങ്കടം മാറാൻ പുഴയിൽ ചാടുന്നതൊക്കെ ബോറൻ ഏർപ്പാടാ. അതെ,
നീന്താൻ അറിയാത്തവനെ സങ്കടം വന്നാൽ എന്ത് ചെയ്യും? സങ്കടം മാറാൻ വേറെ വഴിയുണ്ട്. എന്ത് വഴി? ഇലയിലോ കല്ലിലോ അത് എഴുതി വെച്ചാൽ മതി. മനസ്സിലെ സങ്കടം എഴുതിയാൽ അത് തനിയെ മാറും. സൂത്ര, എഴുതാൻ അറിയാത്തവനെ സങ്കടം വന്നാലോ? അത് പിന്നെ അത്തരം സന്ദർഭങ്ങളിൽ പുഴയിൽ ചാടാം. നീന്താനും എഴുതാനും അറിയാത്തവനെ സങ്കടം മതി മതി, ഓവറായി ചിന്തിക്കണ്ട. മനസ്സിലായല്ലോ? സങ്കടം വന്നാൽ എഴുതണം, അത് തന്നെ. സൂത്ര, എഴുതാൻ അറിയില്ല എന്ന് സങ്കടം വന്നാൽ എഴുതണോ? ഒന്ന് നിർത്തടോ. താൻ പിന്നെയും പുഴയിൽ ചാടാൻ തുടങ്ങിയോ? സ്ഥിരമായി സങ്കടം എഴുതുന്ന കല്ല് ഉരുണ്ട വെള്ളത്തിൽ വീണു. കല്ല് പോയ സങ്കടം എഴുതി വെക്കാൻ ചാടിയതാ. ഇന്നൊരു നല്ല ദിവസമാണ്, വല്ലതും തടയും. ഹായ്, മുയലുകൾ 6 അതാരാണ്? ശേരു. ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ശേരു പോകുന്നത് വരെ ഇവിടെ ഒളിച്ചിരിക്കാം. അവൻ സ്ഥലം വിട്ടു. മുയലുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹായ് ഹായ്, അതാ സൂത്രൻ. ശേരു. അയ്യോ, സൂത്രനെ കാണുന്നില്ലല്ലോ. ശേരു, ഞാനിവിടെ ഉണ്ട്. അയ്യോ രക്ഷിക്കണേ, മൃഗങ്ങളെ പിടിച്ചു തരുന്ന മരമാണിത്. അയ്യോ അയ്യോ രക്ഷിക്കണേ. പണി പറ്റി, ആ നാശം പോയി. ഇനി ഇവിടെ പതുങ്ങിയിരുന്ന് ഏതെങ്കിലും മൃഗം വരുമ്പോൾ എടുത്തു ചാടാം. എടാ കള്ളക്കുറുക്ക, നിനക്കെന്താ ഇവിടെ കാര്യം? മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിന്നെ കൊത്തി. നാശം. ഇന്ന് ആരെയാണവോ കണി കണ്ടത്. അതാരാ? ഞാനൊരു ചിത്രകാരനാ. ഹാഹാ, പൊത്തിനകത്താണോ ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നത്? ഇത് പൊത്തല്ല, പൊത്തിന്റെ ചിത്രമാ. ശരിയാ, ഇവിടെ ശരിക്കും പൊത്തില്ല. താനാള് കൊള്ളാമല്ലോ. എനിക്കൊരു ഐഡിയ. താൻ ദാ ആ മരത്തിൽ കുറെ പൊത്ത് വരയ്ക്ക. ശരിക്കുള്ള പൊത്തിൽ താമസിക്കുന്ന കിളി കൺഫ്യൂഷൻ ആവുന്നത് കാണാം. ഹിഹി, വെരി ഗുഡ്. ഇനി താൻ പൊക്കോ. അതാ വരുന്ന ഇവിടത്തെ താമസക്കാരൻ. അമ്പട, ഇവന്മാരുടെ പണിയാ. കൊത്തി ശരിപ്പെടുത്തും ഞാൻ. ഓടിക്കോ ശരു. അയ്യോ സോറി, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാലേ പടം മുഴുവൻ മായ്ച്ചിട്ട് പോയാ മതി. ശരു, താൻ പോയി മായ്ച്ചിട്ട് വാടോ. എന്നിട്ടേ ഇങ്ങേര് വിടൂ. മായ്ച്ചിട്ട് മായുന്നില്ല, പകരം ഞാനൊരു സൂത്രം ചെയ്തു. പടം വരച്ച സ്ഥലത്തെല്ലാം പുതിയ പൊത്തുണ്ടാക്കി. ഇപ്പോ എല്ലാം ഒറിജിനൽ ആയില്ലേ? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. എന്താ ഒരു മണം? അയ്യടാ, ഈ പൊത്തിൽ നിന്നാ. അയ്യടാ, ഉഗ്രൻ ഇറച്ചി. വേട്ടക്കാർ വെച്ചിട്ട് പോയതാ. ചതിച്ചോ? ദാ ശേരു വരുന്നു. ഇത് ശേരു കണ്ടാൽ പകുതി കൊടുക്കേണ്ടി വരും. ഒരു സൂത്രമുണ്ട്. അയ്യോ, ഇങ്ങോട്ട് വരല്ലേ ശേരു. അയ്യോ, ഇത് മൃഗങ്ങളെ തിന്നുന്ന മരമാ. ഓടിക്കോ. അടുത്തു വന്നാൽ എന്നെ പോലെ നീയും കുടുങ്ങും. ഓടിക്കോ. പാവം സൂത്രൻ. ഹീഹി, മണ്ടൻ പേടിച്ചോടി. ഇനി ആരെയും പേടിക്ക്. എന്താ മരത്തിന് ഒരു ഇളക്കം? ഹാവു, ആനച്ചേട്ടനെ കൊണ്ടുവന്നത് കൊണ്ട് സൂത്രൻ രക്ഷപ്പെട്ടു. 2 കൈയിൽ നടത്തം. പേരയ്ക്ക അമ്മാന മാടൽ. ഹാഹാ ഉഗ്രൻ. മലക്കം മറിച്ചിൽ. അമ്മാവ, ഒരു ഐഡിയ. നമുക്ക് ഈ അഭ്യാസങ്ങളൊക്കെ വെച്ച് ഒരു പരിപാടി നടത്തിയാലോ? അഭ്യാസം കാണാൻ വരുന്നവർ ഫീസായി മുട്ട, ഇറച്ചി, മീൻ ഇതൊക്കെ കൊണ്ടുവരാൻ പറയാം. സമയമില്ല, എനിക്ക് ഉടനെ പോകണം. പക്ഷെ നിന്റെ ഐഡിയ കൊള്ളാം. വേറെ അഭ്യാസികളെ വെച്ച് നീ പരിപാടി നടത്ത. അത് കൊള്ളാം. എടോ, താൻ പോയി വല്ല അഭ്യാസികളെയും കണ്ടുപിടിക്ക. അഭ്യാസിയോ? അതാരാ? തലകുത്തി നിൽക്കുക, വള്ളിയിലൂടെ വീഴാതെ നടക്കുക, അമ്മാനമാടുക. ഇതൊക്കെ ചെയ്യുന്നവരാണ് അഭ്യാസികൾ. വള്ളിയിൽ വീഴാതെ നടക്കുന്ന ഒരുത്തനെ കണ്ടു. പക്ഷെ ആളൊരു പേടിത്തൊണ്ടനാ. പേടി സാരമില്ല, നമ്മൾ പറഞ്ഞു പേടി കൂട്ടാതിരുന്നാൽ മതി. താൻ ആളെ വിടി. എല്ലാ കാര്യവും ആദ്യം തന്നെ പറയണ്ട, പേടി കൂടും. ഇന്ന് വൈകിട്ട് വള്ളിയിലൂടെ വീഴാതെ നടക്കുന്ന അത്യുഗ്രൻ പ്രകടനം. നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഇത്ര മാത്രം: ഇറച്ചി അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ മുട്ട. വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. മുട്ട ഞാൻ ഇട്ടു തരാം, പക്ഷെ അത് വിരിഞ്ഞാൽ കുഞ്ഞിനെ തരുമോ? ആളെത്തി. നമസ്കാരം. അഭ്യാസി വള്ളിയിൽ നടക്കുന്നത് കാണാൻ ആളുകൾ കാത്തിരിക്കുകയാ. ഇതെന്താ? കാണാൻ ഇത്രയും ആള് കൂടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. പേടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. വെള്ളം തളിക്ക്. എന്ത് പേടിക്കാൻ? ആരെയും ശ്രദ്ധിക്കാതെ സാധാരണ പോലെ അങ്ങ് നടന്നാൽ മതി. സംഭവം തീർന്നാൽ 3 മുട്ട തിന്നാൻ തരും. റെഡിയല്ലേ? റെഡി. കേറിക്കോ. ഇതാണ് വള്ളി. പിന്നെയും വീണു. വള്ളി പൊക്കിക്കെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല. പേടിപ്പിക്കണ്ടെന്ന് കരുതി. നിലത്തിട്ട വള്ളിയിലൂടെ വീഴാതെ നടന്ന ഇങ്ങേക്ക് ശീലം.